ഹായ്, ഞാൻ ഷാലുദ്ദീൻ ട്രാവൽ പിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പൊ എങ്ങനെ എല്ലാരും കൂടെ പോരല്ലേ? നമ്മള് ഇപ്പോ ഇൻട്രോ എടുക്കുന്നത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ പുറത്തിറങ്ങിയിട്ടാട്ടോ. അത് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കണ്ടില്ലേ, ഫുള്ള് ഐസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ സ്നോ ഇതിന്റെ ഇതൊന്നും നമുക്ക് കിട്ടിയില്ല, പക്ഷെ കുഴപ്പമില്ല. ഇപ്പൊ ഇവിടെ അധികം കാറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നിൽക്കുന്നതിന്റെ അടിയിലൊക്കെ ഐസും കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ഇതിന്റെ ബാക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് സാലിമൊക്കെ തൂങ്ങി പിടിച്ച് നിൽക്കണോക്ക് പുക പോണോക്ക്. ഇന്നത്തെ രാവിലെ തന്നെ പരിപാടി സാലിം. നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇതാ ഇവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതെന്നിട്ടാ നോക്കി ശരി, എന്താ മുട്ടയുടെ സാധനങ്ങൾ, പിന്നെ ഇവിടെ സോസേജ്, അത് ഇത് നോക്കിയിട്ട് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ സലാഡുകൾ, സാധനങ്ങൾ, ബ്രെഡ്, കോംപ്ലക്സ്, ഇതുപോലെ സോസുകൾ വെച്ചിട്ടുണ്ട്. ഇതാണ് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടല്, ഗുരുദ്വാരി ഇൻ. ഓക്കെ, ഇന്നലെ നമ്മൾ ഇത് രണ്ടും ഇവരുടെ പ്രോപ്പർട്ടി തന്നെ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതും ഇത്. പക്ഷെ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ നിന്ന് ഉള്ള വ്യൂ ആണ് ഭയങ്കര രസമാണ് വ്യൂ. പക്ഷെ നമുക്ക് അവിടെ ഇന്നലെ റൂം ആ ഏരിയയിൽ കിട്ടിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര എന്താ പറയുക തിരക്കാണ്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നലെ അവിടെ കിട്ടിയില്ല. ഞങ്ങൾ ആദ്യം അവിടെ കയറിയിട്ട് നോക്കി. നമ്മൾ ബുക്കിംഗ് ആണ്, പക്ഷെ അവർ റൂമിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടല്ലേ തരുള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് ഓപ്പോസിറ്റ് കിട്ടി. പക്ഷെ നമ്മുടെ അവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് നല്ല വ്യൂ തന്നെയാണ്. അത് ഞാൻ കാണിച്ചത്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താമസിക്കുന്ന റൂമിൻ്റെ പുറത്ത് കോമൺ ആയിട്ടുള്ളൊരു ബാൽക്കണി ഉണ്ട്. അവിടെയാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. വേണ്ട, എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടോ? ഞാൻ എൻ്റെ താഴെ പോയിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ റൂമിൻ്റെ ബാൽക്കണി എന്നുള്ളൊരു ഇത് കാണിച്ചു തരാം. നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ നമ്മുടെ ബാൽക്കണിയിൽ അവിടെ നിന്ന് മൊത്തം ഐസാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വന്നപ്പോൾ ഇവിടെ ഞാൻ ഇവിടുത്തെ ഒരു ഡോഗിനെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ പേര് ഇന്നലെ നമുക്ക് നമ്മുടെ ഫുഡിൻ്റെ ഒക്കെ പയ്യും പറഞ്ഞു തന്നെ. ഇത് ഹസ്കി അല്ല, ഹസ്കിയുടെ ബോർഡിൽ വേറൊരു സാധനമാണ്. എന്തൊരു പേര് പറഞ്ഞു, എനിക്ക് ഓർക്കുള്ളത്. ഇവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്, ഇവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുട്ടികളൊന്നും നമ്മളെ എന്താ പറയുക ശല്യം ചെയ്യുന്ന ഇതല്ല. നമ്മൾക്ക് അടുത്ത് ചെന്നാലും ഇത് ചെയ്താലൊക്കെ നമുക്ക് ശല്യങ്ങളില്ല. നമ്മളെ ഒന്ന് കുറയ്ക്കാൻ പോലും കേൾക്കണില്ല. പക്ഷെ രാത്രി നമ്മൾ ഉറങ്ങിയതിന് ശേഷം പുറത്ത് നല്ല കുറയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പല സ്ഥലങ്ങളിലും ഈ ഐസ് കിടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇപ്പം ഇതുപോലെ കണ്ട, ഇതുപോലെ മണ്ണ് മൂടി കിടക്കായിരിക്കും, പക്ഷെ അതിൻ്റെ അടിയിൽ ഐസായിരിക്കും. അപ്പം അത് നമ്മൾ ചിലപ്പോൾ കാല് വയ്ക്കുമ്പോൾ എന്താവും, ജസ്റ്റ് സ്ലിപ്പാവും അറിയാണ്ട് വയ്ക്കുമ്പോൾ. ഇതുണ്ടോ? ആ ഡോഗുകളും പട്ടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏറ്റവും പേടിയുള്ള സാധനം അവരുടെ ബാക്കിൽ കൂടെ കൊടുക്കലുണ്ടല്ലോ. കാറ്റ് അടിക്കുമ്പോൾ ഭയങ്കര തണുപ്പ് കയറി വരുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു തണുപ്പില്ല. അപ്പം ഞാൻ തന്നെ കോട്ട് വെറുതെ മേലെ കൂടെ വലിച്ചിട്ടിട്ടുള്ളൂ, കയ്യോടൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ, ഇപ്പം നീ വേണ്ട, ഇതിൽ ഞാൻ പറഞ്ഞു മണ്ണും ഈ ഐസ് ഇത് കയറി കിടന്നിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ ചവിട്ടുമ്പോൾ ഉണ്ടാവും ഭയങ്കരമായിട്ട് സ്ലിപ്പായിരിക്കും. ഇതാ ഈ പറഞ്ഞ ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. എന്താ എന്ത് രസം നോക്കി. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി സമയമൊക്കെ ആകുമ്പോഴേക്കും ഇത് ഫുള്ള് മൂടി പോയിട്ടാണ്. ഈ ഒരു സാധനം കണ്ടാ, ഈ കാണുന്ന ബ്ലാക്കൊക്കെ ഫുള്ള് ഐസ് മൂടിപ്പോയി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മൂടി വരണേ ഉള്ളൂ. ഇപ്പം ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെ ഈ താഴത്തെ സൈഡിലേക്കൊക്കെ ചെറുതായിട്ടായിട്ടേ ഉള്ളൂ. പക്ഷേ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് മൂടിപ്പോയി. ഈ കാണുന്ന ഒരു ബ്ലാക്ക് പോലും ഇതിൻ്റെ മുകളിൽ കാണില്ല. താഴത്ത് എനിക്ക് തോന്നുന്നു എന്തോ വെള്ളം ഒഴുകി പോകുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ, ഈ കാടിൻ്റെ ഉള്ളിൽ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് അത് ശരിക്കും കാണാൻ പറ്റുന്നില്ല.
മരങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇലകൾ കരിഞ്ഞ് ഇതായിട്ട് നിൽക്കുന്നുണ്ട്, കൊഴിഞ്ഞു പോയി തുടങ്ങുന്നേ ഉള്ളൂ. അതായത് തുടങ്ങല്ല, അവസാനിക്കാറായി. ഇവിടെ ശരിക്കും ഐസായിട്ട് കിടക്കട്ടോ. ഞാനിപ്പോൾ ചവിട്ടിപ്പോൾ ഭയങ്കരമായിട്ട് സ്ലിപ്പായി, അപ്പോൾ തലയും കുത്തി വീണാനെ. ഇന്നുണ്ടോ ഈ സാധനത്തിൽ? ഇപ്പം ഞാൻ ഈ വണ്ടി ഇറങ്ങിപ്പോയതിൻ്റെ ഒരു ചെറിയൊരു പാടുണ്ട്. അവിടെ ഇങ്ങനെ ഇത് ചെയ്തപ്പോഴാണ് നിന്നത്. അത് ഞാൻ ഇവിടെ കൊണ്ട് ചവിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് സ്ലിപ്പായി. റൂമിൻ്റെ ബാൽക്കണിയിലാണ് അപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നുള്ളതുണ്ട്, തൊട്ടപ്പുറത്തെ ബിൽഡിംഗ് ആണ് കാണുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ മലയും കാര്യങ്ങളാണ്. ഞാൻ ആ ഫ്രണ്ടിൽ നിന്ന് ഈ സൈഡ് കാണിച്ചത്. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് താഴെ കാണുന്ന റൂഫിൻ്റെ ഞാൻ കാണിച്ചത് കേട്ടോ. ഇതുണ്ടോ, ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. എനിക്ക് ഇവിടുന്ന് കൈ കൊണ്ട് ശരിക്കും എടുക്കാം ഈ സാധനം, കൈക്ക് എത്തും. ആരൊക്കെയോ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നടന്നൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇതാരാന്നറിയാം, നമ്മൾ കയറിയില്ല കേട്ടോ. നമ്മൾ കയറിയാൽ ചിലപ്പോൾ ഒറ്റ വഴുക്കൊഴുക്കി ഇങ്ങനെ ഇത് നേരെ താഴെത്തും. ഓക്കെ, ഇപ്പം ഈ റൂഫിൽ നിന്ന് കണ്ട ഉള്ള വ്യൂ ഉണ്ടോ ശരിക്കും കണ്ടത്? ആ ബിൽഡിങ്ങിന്റെ ബാക്കിലാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. ഇപ്പം നമുക്ക് ഇവിടെ കിട്ടിയത് ഇവിടെയാണ് റൂം. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പം നമ്മുടെ വീഡിയോ എന്തായാലും ഇന്ന് ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഗോലാത്തി വാട്ടർഫാൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് ഫുള്ള് ഐസാണ് കണ്ടോ. ഒരു സൈഡ് മലയിൽ ഐസ്, പക്ഷേ വലിയ കാര്യമായിട്ടില്ല. നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്ഥലം. ഇപ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്, പക്ഷെ അങ്ങനെ വലിയ ഒരു ഭയങ്കര തണുപ്പെന്ന് പറയാനില്ല. ഞാൻ ഇതൊന്നും ഇട്ടിട്ടൊന്നുമില്ല, കാറ്റൊന്നുമില്ല. അപ്പം ഇത് എൻ്റെ ബാക്കിൽ കണ്ട അവിടെ കാണുന്നുണ്ട്. അവിടെ നിന്നൊക്കെയാണ് നമ്മളിങ്ങനെ ഇറങ്ങി വന്നത്. ശരിക്കും അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നത്, അവിടെയാണ് ഫുൾ ഐസ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഫുള്ള് മലയും അതും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് പോകാനായിട്ട് വേറെ വണ്ടി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വന്ന വണ്ടി, ഇത് നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് പോകാനായിട്ടുള്ള വണ്ടി. ഇങ്ങനെ ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. പോയി നമ്മളെവിടേക്കാണ് പോകുന്നത്? ഇതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ നിതിൻ ബ്രോ പറഞ്ഞു തരുന്നതായിരിക്കും. ഇൻഫർമേഷൻ തരുന്ന ആളാണ്. നമ്മളവിടെ ചെക്കൗട്ട് ചെയ്തു. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി. നമ്മൾ എവിടേക്ക് പോകണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു വാട്ടർഫോൾ ഉണ്ട്. ഓക്കെ, പേര് പറയൂ. വാട്ടർഫോൾ ഗോലാത്തി വാട്ടർഫോൾ. ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ആ വാട്ടർഫോളിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ പോകാൻ പറ്റില്ല. അത് 4x4 അല്ല. അപ്പൊ അതിന് പകരം ഈ വണ്ടി അല്ലേ? ഈ വണ്ടി ഇത് വേറെ പ്രത്യേകിച്ച് ടയർ ചെറിയ സൈസ് കൂടിയ ടയറാണ്. അതിന്റെ വെച്ച് പിന്നെ ഹൈറ്റ് ഉണ്ട്, പിന്നെ 4x4 ഉണ്ട്. ആ ഒരു 4x4 ഉള്ള കാരണം ഇത് കുറച്ച് ഇത്തിരി ഓഫ് റോഡാണ്. ഓഫ് റോഡ് കയറി എത്തിയതിനു ശേഷം കുറച്ച് ട്രക്കിംഗ് ഉണ്ട്, 5 മിനിറ്റ് ട്രക്കിംഗ് ഉണ്ട്. ട്രക്കിംഗ് കഴിഞ്ഞ് നേരെ വാട്ടർഫോളിലേക്ക് എത്തും. ഇവിടെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? ഒരു സൈഡ് ഐസ്, മറ്റേ കുറച്ച് ഡ്രൈ ലാൻഡ് പോലത്തെ സ്ഥലമല്ലേ അല്ലേ? നമ്മൾ ആ കുന്നിന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി. അപ്പൊ ഈ സൈഡ് അത് ഈ മലയുടെ അപ്പുറമാണ് മഞ്ഞ് കാണുന്നത് മൊത്തം. ഈ സൈഡിലേക്ക് വന്ന കാരണം മഞ്ഞൊന്നും കാണാനധികം. ഈ സൈഡിൽ കുറച്ച് മഞ്ഞുണ്ട്, ഈ സൈഡിൽ തീരെ. വഴിയാട്ടോ ഈ കാണുന്നത്.
അപ്പം നമ്മളിവിടെ വന്ന് ഇറങ്ങിയിട്ടാ മുകളിലേക്ക്. ഇവിടുന്ന് നമ്മൾ ഓഫ് റോഡ് കയറി ഇവിടെ ചുറ്റും മല ഉണ്ടോ. ഇനി ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നമ്മൾ മേലോട്ടേക്ക് നടക്കാണ്ട് ഈ ഒരു വഴി. അപ്പോൾ ഇവിടെ വേറെ ആൾക്കാരുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഐസ് ഇങ്ങനെ കിടക്കുക. ഇത് നല്ല ഇത് വഴുക്കാത്ത ഐസാട്ടോ, ഫ്രഷാണ്. എന്താ ഇവിടെ ഇവിടെ വെള്ളം കൊലിച്ച് കിടക്കുന്നുണ്ട്. അതൊക്കെ മറ്റേ ബ്ലാക്ക് ഐസാണ് കേട്ടോ. നമുക്ക് പണി കിട്ടും അതിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ അങ്ങനെ വലിയൊരു തണുപ്പെന്ന് പറയാല്ലേ, ഞാൻ കയ്യോറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്ന് ഇറങ്ങി ആ സ്ഥലത്തേക്ക് മുകളിലേക്ക് 5 മിനിറ്റ് നടക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറാട്ടാ. മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റ് മേലോട്ടേക്ക് നടക്കണം എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ചെറുതായിട്ട് നടക്കുമ്പോഴേക്കും കിതപ്പ് വരുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര ചെറിയൊരു സ്പേസാണ് കേട്ടോ പോകുന്നത്. എന്താ നീ നടന്നോ. അപ്പം അങ്ങനെ നമ്മൾ ഒരു സൈഡ് പിടിച്ച് പതുക്കെ പോകാൻ പറ്റുള്ളൂ. കിതപ്പ് വരണേ ശരി, കിതയ്ക്കുന്ന. നല്ലൊരു ഇതുണ്ട്. പക്ഷെ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ മേലോട്ടേക്ക് കയറുന്നതുകൊണ്ട് കിതപ്പ് വരുന്നു ഭയങ്കരമായിട്ട്. ഇതിമൊക്കെ മുള്ളുണ്ട് കേട്ടോ, നോക്കി നടന്നോ. വേണ്ട പോകുന്ന വഴി. ഐസ് ഇതാ കട്ടായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. നോക്കി ചവിട്ടണം. കല്ലുമ്മ ശരി, പാറ കല്ലുമ്പോൾ ചവിട്ടിയോ. എങ്ങണ്ട് എന്നാ പാടിക്കോ, പാടണ പാടിക്കോ. ഓക്കെ, നല്ല വെള്ളമൊഴുകിലേക്ക് അതിന്റെ മോൾ വശത്ത് കണ്ടാ കട്ടായിട്ട് കിടക്കണ്ട ഐസ്. ആ നമ്മള് നിക്കുന്ന സ്ഥലം ഫുള്ള് കണ്ട. ഓക്കെ, ആ അതൊക്കെ തലി. മുകളിലെ ഐസും അടി കൂടെ വെള്ളം ഒഴുകി പോകുന്നു. ഇവിടെ ഈ കിടക്കണ സ്ഥലം കണ്ടോ. അത് ഞാൻ പറഞ്ഞേ, നോക്കിപ്പോ. നെക്സ്റ്റ് കിടക്കൂ, പോകൂ നെക്സ്റ്റ്. ഓ തോമാച്ച് ഈസി ആയിട്ട് പോയി. ഒരുത്തൻ കാണിക്ക് നോക്ക്. എല്ലാരും വഴുക്കാണ്ടിരിക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. അപ്പൊ ഒരുത്തനുണ്ട് കാലിട്ട് വഴുക്കി പോവാ. നമ്മള് എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുത്ത് ഞാൻ തലമുത്തി വീഴുമെന്നുള്ളതാണ് നോക്കുന്നത്. ഇതല്ലേ ഐസ് അല്ല, ഈ ഐസിന്റെ അടിയിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നേട്ടാ. ഇത് വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എനിക്ക് അവര് കേറി മേലെത്തി. സാലിമിന്റെ കയ്യിൽ ഇത് വലിയൊരു ഐസ്. നോട്ടെ സാലിമേ, നോട്ടെ. ആ സാലിമിന് ഒരു ഐസ് കിട്ടിയില്ല അവിടുന്ന്. ഇത് ഐസ് തന്നെയാണോടാ?
അടിപൊളി ഐസാണല്ലോ. അതേ ഒരു ഐസ് നോക്കി ഇതേണ്ട ഫുള്ള് ഐസ് പിടിച്ചേക്കട്ടാ. ഉള്ളിക്കൂടെ വെള്ളം ചാടി പോകുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ഫോട്ടോ എടുക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞാട്ടോ. അതെ സാലിമതേ ഇവിടുന്ന് ഇതിലേക്ക് പോയിട്ടുണ്ട് ഐസിലേക്ക്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ നിധി പോയിട്ട് ഇതേ അവിടെ നിൽക്കണ്ട്. വെള്ളം വീഴുന്നുണ്ട് തൊട്ട്. നോക്കി പോരട്ടാ. കട്ടിങ്ങൾ കുറച്ച് ചവിട്ടിയോ? ആ മുള്ളുള്ളത്. അജിഷ ഞാനിതിങ്ങനെ പിടിക്കുന്നുണ്ട്. വീഴുന്ന ഒരു കണ്ടന്റ് കിട്ടുമോ? ആ ഇതിന്റെ ഉള്ളിൽ കൂടെ ഏറ്റവും താഴെ കൂടെ വെള്ളം പോണെങ്കിൽ അത് ഭയങ്കര ഒഴുക്കട്ടെ. പതുക്കട്ടാ. അതുണ്ടോ ഇതിന്റെ ഉള്ളിൽ കൂടെ വെള്ളം താഴ്ത്തിക്ക് പോകുന്ന കേട്ടോ. അത് അവിടെ ഉണ്ട്. ഇതുണ്ടോ ഇതെന്നിട്ട് സാലിമേ ഒരു ഐസ് ഹാർട്ട് ഷേപ്പ് ആയിട്ട് ഒരു ഐസ് നിനക്ക് തണക്കടില്ല കൈ ആണോ? All this time I've been holding on so tight, 'cause all that I do was easy to use. So call my time, but you weren't really mine, just something to do. Thought I never knew. No surprise, but nevertheless, I'm still stuck in self-defense. No surprise, but nevertheless, I get lost when I look in your eyes. I just want to be next to your I get lost when I look in your eyes. Do you even do you even leave now, make your escape. You know the fortune favors the brave. So close, just get away. No surprise, but nevertheless, I'm still stuck in self-defense. No surprise, but nevertheless, I get lost when I look in your eyes. I just want to be next to your I get lost when I look in your eyes. Do you even do you even ഇവിടെ ഒരു വണ്ടി കിടക്കണമെങ്കിൽ റഷ്യൻ്റെ വണ്ടിയാണ് തോന്നുന്നു. നമുക്ക് എൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ടയർ എന്താ വലിപ്പം. ഈ ടയറിൽ ഈ സൈഡിലെ ഡോറ് ഇതിൻ്റെ സ്റ്റീറിങ് അപ്പുറത്തുണ്ടാകും. കിടില വണ്ടി. ചർച്ചിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇവിടെ എന്തൊരു വെള്ളം വരുന്നുണ്ട്. അതെന്തോ ഇതിൻ്റെ പുളി വാട്ടറാണോ എന്താണെന്ന് അറിയില്ല. നമുക്ക് എടുക്കാൻ കേട്ടോ. നമുക്കിങ്ങനെ വരുന്നുണ്ട്. ഇതിൻ്റെ മേലെ ചർച്ച്. അപ്പോൾ നമുക്ക് ഇനി ഇപ്പം ഇതിൻ്റെ മേലോട്ട് കയറി പോവാട്ടാ. സാലിമത് കാരണം ഐസിലും ഇതിലൊക്കെ ചവിട്ടി വരുന്നുണ്ട്. ഇത് തന്നെയുള്ള കയറ്റാണേ. ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. സാലിം ഇതൊക്കെ അറിയാണ്ട് ഇങ്ങനെ ആസ്വദിച്ച് വരാം. ഐസൊക്കെ കയ്യിലെടുത്താൽ അവിടെ വരുന്നത്. സാലിമേ ഇങ്ങനെണ്ടാ
നീ കഥച്ചാ ഓ നടന്നോ നോക്ക്. അപ്പൊ ഈ സൈഡിൽ കൂടെ അങ്ങനെ നമുക്ക് സലിയുടെ ഇരിപ്പായിട്ടാ കേറി. നമ്മളിങ്ങനെ മുകളിൽ വശത്ത് എത്തി കേട്ടോ. ഇതെന്താ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 വ്യൂ ആണ് കേട്ടോ കാണാനായിട്ട്. ഓക്കെ, ഈ കുന്നും ഇതും കയറി കതച്ച് വന്നുണ്ടെങ്കിലും ഇത് കാണാനുള്ളൊരു വ്യൂ ഉണ്ടല്ലോ ഇവിടുത്തെ, അതൊരു ഭയങ്കര വ്യൂ. അതുകൊണ്ടാ ആ പോയിക്കോ. നടക്ക്. ഇതെന്താ ഇത് മഞ്ഞ് വീണ സമയത്തുള്ളതാണ് കേട്ടോ. പള്ളിയുടെ മോൾവശം ഫുള്ള് കരിങ്കല്ലാണ് കേട്ടോ. കരിങ്കല്ലെന്ന് നമുക്ക് പറയാം. ഈ കല്ലിന് ഇവിടെ വേറെ വല്ല പേരുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, നമുക്ക് ഇങ്ങനെ പോവാം. നടക്ക്. ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്ത് കിടന്നു. ഇപ്പോഴാണ് ഇതിൻ്റെ മെയിൻ പള്ളിയുടെ ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടാ. താഴെ ഒരു സിറ്റി കാണാം. ഉണ്ടോ വഴി താഴത്തേക്ക് എവിടെ നടക്കാം. ഇവിടെ അതെ ഇതിന്റെ പുറത്ത് മഞ്ഞും കാര്യങ്ങളൊക്കെ കുറച്ച് കിടക്കുന്നുണ്ട്. ഇതിന്റെ മുകളിൽ കൂടെ കയറണം. അത് താഴത്തോടെ പോണോ? എന്നാ വാ കയറി. ഐസ് ഉണ്ട്, നോക്കി ചവിട്ടിക്കോ. അവര് നിൽക്കണ് മുകളില്. അപ്പൊ പോയിരിക്കാനുള്ള രണ്ടുപേരുടെ നോക്ക്. ഇവിടെ ഡ്രോൺ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഡ്രോൺ മേലെ തൊട്ട് മേലെ ഡ്രോൺ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ. ഈ കല്ലുകൾ കണ്ട ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചേക്കണം. നമ്മൾ നോക്കൊരു പൂപ്പല് പോലെ ഒരു സാധനം നോക്കി, പൂപ്പല് പോലെ. ശലി അവിടെ നിന്നോ. അല്ലാതെ എന്താ സംഭവം? ഞങ്ങളിങ്ങനെ ക്രിസ്മസ് വൈബില് ഇങ്ങനെ മല നോക്കിയിരിക്കുക. വളരെ ചെറിയ സ്ഥലത്താണല്ലോ കേറിയിരിക്കണേ. ഇത് നോക്ക്, ഇവിടെ മേലെ നിന്ന് കയറി വന്ന ആള് നോക്ക്. ഇങ്ങോട്ട് നോക്ക് സലി. പൊക്കമുള്ള സ്ഥലത്തെത്തിയപ്പോ സലിയുടെ വിധം മാറി. ആഹാ, പള്ളിയുടെ ഒരു ഇതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ ഇതിന്റെ മുകളിലത്തെ കുറച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ ഈ പള്ളിയുടെ അകത്തേക്ക് ഒന്ന് കയറാട്ടോ. നമ്മൾ നേരത്തെ കയറി വന്നത് ഇതിന്റെ എന്താ പറയുക ഒരു എൻട്രൻസ് പോലെയുള്ള സംഭവമാണ്. അപ്പൊ ഇനിയിപ്പോ ഇതിനകത്തോട്ട് കയറിയിട്ട് ഒരു ഗ്യാപ്പ് പോലത്തെ വഴി കൂടെ ഇനി ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിട്ട് ഒന്ന് നോക്കി നോക്കാം എങ്ങനെ ഉണ്ട് കേട്ടാ. വെയിലടിച്ചപ്പോ ചുണ്ടുമൊക്കെ ലിഫ്റ്റിക്ക് ഇട്ടിട്ടുണ്ടല്ലോ. ലിഫ്റ്റിക്ക് അല്ലാണ്ട് ലിപ് ബാമ്പാണ്. ഇതിലൊന്നും ഉണ്ട് സലി കയറുക. അതന്നെ ഈ പള്ളിയുടെ അകത്തേക്ക് നമുക്ക് കയറാട്ടാ. സലി കയറി പോകുന്നുണ്ട്. ഈ വാതിലൊക്കെ നോക്കി ഇരുമ്പാണ്. ഇവിടെയൊക്കെ ഓരോ രൂപങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കി കണ്ടാ. ഇവരോട് ചോദിച്ചു നോക്കാം, അറിയുന്ന ആൾക്കാർ. എക്സ്ക്യൂസ് മീ, ഇതാരൊക്കെയാണെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ഈ രൂപങ്ങളിലെ പരിചയമുള്ളവരാരും ഇല്ലേ? മാതാവിന് മാത്രം പരിചയമുള്ളൂ. ഇവിടെ ഈ കല്ലുകൾ കണ്ടോ, ഇതിന്റെ ഗ്യാപ്പിൽ ഇങ്ങനെ അടക്കി വെച്ചാണെങ്കിൽ നമ്മൾ നേരത്തെ ഇതിന്റെ മുകളിൽ കയറി നിന്നിട്ടാ ഫോട്ടോകളൊക്കെ എടുത്തത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്തായാലും ഇറങ്ങാൻ കേട്ടോ. നമ്മുടെ മുകളിലത്തെ ഫോട്ടോസ് പരിപാടികളെല്ലാം കഴിഞ്ഞു. മറ്റവരൊക്കെ താഴത്തേക്ക് ഓടിയുന്നുണ്ട്. അപ്പോൾ ഞാനും സലീം പതുക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ നമ്മളുടെ ആ പള്ളി കണ്ട. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നല്ല നമ്മൾ കണ്ടതാണ് നേരത്തെ. ഭയങ്കര വ്യൂ ആണ് കണ്ട. ഈ സൈഡ് ഫുള്ള് മഞ്ഞ, ഈ സൈഡ് ഡ്രൈയും കുറച്ച് കണ്ട. ഈ സാധനം നോക്കിയിട്ട് ഈ കല്ല് നല്ല രസമില്ലേ? ഇതൊക്കെ ഈ കല്ല് നോക്കി, ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കി.
ഫോട്ടോ എടുത്താൽ നല്ല രസമുണ്ടാവും കാണാൻ. സലി ഇതേ പിടിച്ച് ഇറങ്ങി വരുന്നുണ്ട്, ഒരു സൈഡും പിടിച്ച്. ഭയങ്കര ധൈര്യശാലിയാണ്, വീഴാണ്ട് പിടിച്ച് ഇറങ്ങി വരാണ് ഇതൊക്കെ പതുക്കെ. പിടിച്ചില്ല, ഞാൻ കൈ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഏകദേശം താഴെ എത്തിട്ടോ. എന്താ വേണ്ട, നമ്മൾ ഏകദേശം താഴത്തേക്ക് എത്തി. മുകളിലതേ പള്ളിയുടെ ഒരു ചെറിയൊരു ഇത് കാണാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തൊരു വെള്ളം, നമുക്ക് ഹോളി വാട്ടർ ആണോ എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് കുപ്പി കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വെള്ളം എടുക്കാം കേട്ടോ. എനിക്ക് ഉണ്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി കുറേ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ ചെയ്ത് അങ്ങനെ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ടൗൺ പോലുള്ള സ്ഥലത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. അപ്പം ഞാൻ ഇപ്പോൾ എന്താണ് ഇവിടെ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു, അതായത് ഈ ജോർജിയന്റെ ഏറ്റവും ഹൈറ്റ് കൂടിയ മൗണ്ട് കസ്ബാഗി എന്നാണെന്ന് തോന്നുന്നു, കസ്ബാഗി അങ്ങനെ എന്തോ ആണ്. അതെ, മൗണ്ട് ഗസ്ബാഗി. അപ്പൊ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മൗണ്ടൻ ആണ്, അതായത് ജോർജിയയിലെ ഏറ്റവും വലിയ മൗണ്ടൻ. മുമ്പ് ഇതുപോലെ ഒരു 3 ആൾക്കാര് 3 ദിവസം കൊണ്ട് ഇതിന്റെ മുകളിലേക്ക് കയറി എന്നുള്ളൊരു ഇതും കൂടി ഞാൻ ഇവിടുന്ന് കേട്ടു. അപ്പൊ ഇതാണ് ആ സംഭവം. എന്താ നമ്മുടെ നേരെ ഫ്രണ്ടില് ഇതുണ്ടോ, ഇതാണ് ആ സാധനം. ഇതിന്റെ ടോപ്പില് ഏറ്റവും മോൾവശം കണ്ടോ, ആ മോൾവശത്തേക്കാണ് ആ 3 ആൾക്കാർ കയറിയത്. കണ്ടില്ലേ എന്ത് രസം നോക്കിയാ കാണാനായിട്ട്. അവിടെ എപ്പോഴും ഈ പറഞ്ഞ പോലെ എന്താ ഇതിങ്ങനെ ഇതാവണം കേട്ടാ. അവിടെ ഇങ്ങനെ അതിന്റെ ആ ഐസ് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പുക ഇങ്ങനെ മറയണം മൊത്തം. എന്താ അത് നിൽക്കുന്ന സ്ഥലം. ഇപ്പൊ ഞാൻ ഇവിടുന്ന് സൂം ചെയ്ത് കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ലോങ്ങിന്നാണ്. നോക്കി എന്താ ഇതിൽ നിന്നാണ് ഞാനിപ്പോ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഹണി ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ഇറങ്ങിയതാട്ടാ. ഷോപ്പ്, തേനുകളുടെ ഫുൾ ഇതായിട്ടുള്ള ഒരു ഷോപ്പാണ്. അപ്പൊ ഇവരിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാന്നുള്ളത് ആള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹാർട്ടിന് ബെസ്റ്റ് ആയിട്ടുള്ളതല്ലേ പറഞ്ഞത് അല്ലേ? Blood circulation 2 days 3 days maximum 4 days it's all clean organic stomach and blood circulation also this one. റാസ്ബെറി അതെന്തിനുള്ളതാണ്? അത് റാസ്ബെറി അല്ലല്ലോ, ഇതെന്തിനുള്ളതാണ്? ഇത് നമ്മുടെ സ്റ്റൊമക്കിന് 2-3 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഒക്കെ ക്ലിയർ ആവും. സ്റ്റൊമക്ക്. ഓക്കെ. This is raspberry flower. Bronch problem and sleep problem, health problem, throat, baby children's number one honey sweet. Can you tea with a coffee mix and drink for this one? For the cough also. Yes. For the child children. ഇത് മിക്സ്ഡ് അല്ലേ, എല്ലാം കൂടിയിട്ടുള്ളൂ. This is honeycomb. Honeycomb, Georgia, number one honey for everything medical multivitamins. This is everything and 57 benefits. It's clean the honey. This is most popular in Georgia. People for the honeycomb. This is original one, right? Yeah, all of them original natural honey. This one is number one honey. This one is number 1 in Georgian. Yes. Okay. And And this is white honey, winter honey, fruit. White honey bee eats fruit winter time and making honey. This is joint problem. It's good bones for this one. This is my honey. joint pain 5,000 beehives I have. This is white honey. 5,000. I'm number one farmer in Georgia and this. All of them original natural honey I have. This is my family business. It's certificate honey I have. Okay. Small size, 200 gram, 30 lari, 500 gram, 50 lari, and 1 kilo, 200 gram, 80 lari. All of them kinds and price. അപ്പൊ നമ്മളവിടുന്ന് മോളിന്ന് മഞ്ഞൊക്കെ ഉള്ള സ്ഥലത്തുനിന്ന് നമ്മള് ഇറങ്ങി താഴെ എത്തിട്ടോ. നമ്മള് മുന്നിൽ താമസിച്ച അവിടേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്രിസ്മസ് ഇതുണ്ട്, മാർക്കറ്റ്. അവിടേക്ക് വന്നിരിക്കുകയാണ്. കണ്ടോ, ഇതിന്റെ മുകളിലത്തെ വശത്തേക്ക് കയറി ചെല്ലണം. അവിടെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളതിന്റെ ഉള്ളിലേക്ക് കയറാട്ടാ. ഇവിടെ കോപ്പറേറ്റ് കാര്യങ്ങളെല്ലാം വരും. വോയിസ് പ്രശ്നമാണ്.
ഒരു ഐസ് സ്കേറ്റിങ്ങിന്റെ ഒരു സ്ഥലമുണ്ട്. All this time, I've been holding on so tight, 'cause all that I do was easy to use. So call my time, but you weren't really mine, just something to do. I get lost when I look in your eyes. I just want to be next to your I get lost when I look in your eyes. അവിടുത്തെ വൈബ് വല്ലാത്തൊരു വൈബാണ് കേട്ടോ. വലിയൊരു ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ട്രീന്ന് കുറെ ലൈറ്റുകൾ, അതിനുള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാട്ടോ. എങ്ങനെയുണ്ട് സാലിമേ ക്രിസ്മസ് വൈബ്? അടിപൊളിയാണോ? എന്താ ജനത്തിരക്കല്ലേ? അപ്പൊ അങ്ങനെ ജോർജിയയിലെ ക്രിസ്മസ് മാർക്കറ്റ്. ഇവിടെ നമുക്ക് ക്രിസ്മസ് പാപ്പയുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. അതിന്റെ ഉള്ളിലുണ്ടാവും. ഈ ഒരു ഇതിന്റെ ഉള്ളിലുണ്ട് ക്രിസ്മസ് പാപ്പ. നമുക്കിതാ ഫോട്ടോ കിട്ടിയിരിക്കുകയാണ്. ഇതാ നോക്കിയേ, കണ്ടാ നമ്മൾ ക്രിസ്മസ് പാപ്പയുടെ കൂടെ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. എല്ലാവരും ഹാപ്പിയായി. സലി ഹാപ്പിയായി. നിങ്ങൾ ഹാപ്പി അല്ലേ? ക്രിസ്മസ് പാപ്പയുടെ കൂടെ ഇത് ഹാപ്പി അല്ലേ? ക്രിസ്മസിന് ഇതുപോലെ ഒരു ഐറ്റം അടിപൊളി. ഈ വൈബ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സൂപ്പർ സൂപ്പർ. തോമാച്ചൻ ഹാപ്പി അല്ലേ? ഹാപ്പി. സാലിം ഹാപ്പി അല്ലേ? ഓക്കെ.
ഭക്ഷണം കഴിക്കാനായിട്ട് കയറിട്ടോ. അപ്പോൾ ഇതേ ഹണി സ്പൈസി തവ റൈസ് വിത്ത് ചിക്കൻ. അപ്പോൾ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ. അതിൻ്റെ കൂടെ സൂപ്പ് കുടിച്ചോ, ഇനി കുഴപ്പമില്ല. ചൂട് മാറി അതേ ഇവിടെ ഇരിക്കുന്നുണ്ട്. സ്പൂണിൽ കിട്ടുന്നില്ല. എന്താ സാരിമേ സൂപ്പ് കുടിച്ചു കഴിഞ്ഞാൽ സലിക്ക് വയ്യാട്ടോ. സലി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ക്രിക്കറ്റ് അടിച്ച പോലെ. അപ്പൊ കഴിക്കട്ടെ. നമ്മളപ്പോ എല്ലാ പരിപാടികളും കഴിഞ്ഞ് റൂമിൽ വന്നിട്ടോ. അപ്പൊ കസ്ബാക്കിന്ന് നമ്മൾ ടിബിസിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടോ. നമ്മൾ ആ പഴയ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്നു. ഇനി നമ്മൾ ഈ ടിബിലിസി തന്നെയാണ് 2-3 ദിവസങ്ങളിൽ ഉള്ളത്. ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് പോകുന്നത് ബുർജുമി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടുത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ അടുത്ത ദിവസം അടുത്ത സ്ഥലത്തേക്ക് എന്നിട്ട് തിരിച്ച് നമ്മൾ ഈ സെയിം ഹോട്ടലിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇതന്നെ ഇപ്പൊ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമുക്ക് വരാം. അപ്പൊ നമ്മുടെ ഈ ഒരു ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റുകളൊക്കെ അയക്കുക. അപ്പൊ എല്ലാവർക്കും ബൈ.